നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ജനനതീയതി എന്നത് കലണ്ടറിൽ എഴുതിയ വെറുമൊരക്കമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവ് ഈ ഭൂമിയിലേക്കിറങ്ങാൻ തീരുമാനിച്ച ആ നിമിഷത്തിന്റെ ഒരു ഡിവൈൻ സിഗ്നലാണത്. ഈ അക്കം, ഈ തീയതി ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിന്റെ ബാർകോഡാണ്. ഇത് നോക്കിയാൽ പ്രപഞ്ചത്തിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നും ഇവിടെ നിങ്ങൾ എന്താണ് പൂർത്തിയാക്കേണ്ടതെന്നും. പരമഹംസ യോഗാനന്ദജി പറയുന്നത്, നമ്മുടെ ജനനം ഏതെങ്കിലും ഒരു യാദൃശ്ചികതയുടെ ഫലമല്ല, മറിച്ച് ആത്മാവിന്റെ വളരെ കൃത്യമായ, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു തീരുമാനത്തിന്റെ ഫലമാണ്. ഇതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും, ഓരോ അനുഭവവും, പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമായി ശ്വാസമെടുത്ത് ആ ദിവസം മുതൽ എല്ലാം നേരത്തെ തന്നെ ഒരു ആത്മീയ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നാണ്. ഇതൊരു അപകടമായിരുന്നില്ല. ഇത് നിങ്ങളുടെ ആത്മാവും ഈ ലോകവും തമ്മിലുള്ള ഒരു നിശ്ചിത കൂടിക്കാഴ്ചയായിരുന്നു. നിങ്ങൾ ജനിച്ച ആ ദിവസത്തെ അക്കം നിങ്ങളുടെ കൂടെ ഒരു അദൃശ്യ സന്ദേശം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സന്ദേശം കേവലം നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചോ പേഴ്സണാലിറ്റിയെക്കുറിച്ചോ മാത്രമല്ല, ഇത് നിങ്ങളുടെ മുൻജന്മങ്ങളിലെ ഓർമ്മകളെയും നിങ്ങളുടെ കാർമിക് കടങ്ങളെയും നിങ്ങളുടെ സോൾ മിഷനെയും ഒരു കോഡ് പോലെ ഉള്ളിലൊളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ മനസ്സിലാക്കുക എന്നത് ഒരു പുരാതന ക്ഷേത്രത്തിന്റെ രഹസ്യവാതിലിന്റെ താക്കോൽ കിട്ടുന്നതുപോലെയാണ്. അവിടെ നിങ്ങളുടെ ഭൂതകാലത്തിന്റെയും വർത്തമാനത്തിന്റെയും ഭാവിയുടെയും എല്ലാ രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ന് നമ്മൾ ആ രഹസ്യത്തിന്റെ വാതിൽ തുറക്കാൻ പോവുകയാണ്. 1 മുതൽ 31 വരെയുള്ള നിങ്ങളുടെ ബർത്ത് നമ്പറുകളും ലൈഫ് പാത്ത് നമ്പറും എങ്ങനെയാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നതെന്ന് നമ്മൾ അറിയും. വേദിക് ന്യൂമറോളജിയും അസ്ട്രോളജിയും അതോടൊപ്പം യോഗാനന്ദജിയുടെ പഠനങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ആത്മാവ് ഈ ജന്മത്തിനു മുൻപ് ഏതൊക്കെ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കിയിരുന്നുവെന്ന്, ഏതൊക്കെ ആളുകളെ കാണാമെന്ന് വാക്കു നൽകിയിരുന്നുവെന്നും, ഏതൊക്കെ കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്നും, ഏതൊക്കെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകണമെന്നും. കൂടാതെ നമ്മുടെ സ്വപ്നങ്ങൾ, ഡെജാവു, നമ്മുടെ ശരീരത്തിലെ ചില ഫിസിക്കൽ അടയാളങ്ങളായ ബർത്ത് മാർക്കുകൾ, അല്ലെങ്കിൽ കാരണമില്ലാത്ത ചില പേടികൾ എന്നിവ എങ്ങനെയാണ് നമ്മുടെ മുൻജന്മങ്ങളിലേക്കുള്ള ജനാലകൾ തുറക്കുന്നതെന്നും നമ്മൾ നോക്കും. ഒന്ന് സങ്കൽപ്പിക്കൂ, നിങ്ങൾ ഒരിടത്ത് ആദ്യമായി പോകുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, അരേ, ഞാനിവിടെ മുൻപും വന്നിട്ടുണ്ടല്ലോ എന്ന്. എന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിലെ ഓർമ്മകളിൽ അങ്ങനെയൊരു സംഭവം ഇല്ല താനും. അല്ലെങ്കിൽ നിങ്ങൾ അപരിചിതനായ ഒരാളെ കാണുന്നു, അയാളെ വർഷങ്ങളായി അറിയാവുന്നതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു. ഈ വിചിത്രമായ അടുപ്പം, ഈ പറയാത്ത തിരിച്ചറിവ്, ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ആത്മാവ് പഴയകാലത്ത് നൽകിയ വാക്കുകളുടെ ഫലമായിരിക്കാം. നിങ്ങളുടെ ജനനതീയതിയാണ് ഇവയെല്ലാം കൂട്ടിയിണക്കുന്ന ആ നൂൽ. ഇത് നിങ്ങളുടെ കർമ്മത്തിന്റെ ഭൂപടമാണ്, നിങ്ങളുടെ ആത്മാവിന്റെ ചരിത്രമാണ്. നിങ്ങളുടെ അടുത്ത ചുവടുവയ്പിന്റെ ദിശ നിശ്ചയിക്കുന്നതും ഇതുതന്നെയാണ്. അതുകൊണ്ട് വരൂ, നമുക്ക് ഈ അത്ഭുതകരമായ യാത്രയിലേക്ക് പോകാം. ഇവിടെ അക്കങ്ങൾ വെറും എണ്ണാനുള്ള അടയാളങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ ചരിത്രത്തിന്റെ ഭാഷയായി മാറുന്നു. എപ്പോഴാണോ നിങ്ങൾ ഈ ഭാഷ വായിക്കാൻ പഠിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നേരത്തെ തന്നെ ഒരു ഡിവൈൻ പ്ലാനിന്റെ ഭാഗമായിരുന്നുവെന്ന്. ഏറ്റവും ആദ്യം നമുക്ക് ലൈഫ് പാത്ത് നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്മീയ ദിശയും മുൻജന്മ അനുഭവങ്ങളും വരാനിരിക്കുന്ന ജീവിതത്തിലെ കാർമിക് പാറ്റേണുകളും മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ പടി നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ അറിയുക എന്നതാണ്. ഈ സംഖ്യ വെറുമൊരു അക്കമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്മീയ രൂപരേഖയാണ്. അത് നിങ്ങളുടെ ആത്മാവ് ജനനത്തിനു മുൻപേ നിശ്ചയിച്ചതാണ്. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മുഴുവൻ ജനനതീയതി, അതായത് ഡേ പ്ലസ് മന്ത് പ്ലസ് ഇയർ എന്നിവയുടെ എല്ലാ അക്കങ്ങളും തമ്മിൽ കൂട്ടുക. ഈ കൂട്ടിയ തുക ഒരു സിംഗിൾ ഡിജിറ്റ്, അതായത് 1 മുതൽ 9 വരെയുള്ള അക്കമായി മാറുന്നതുവരെ കൂട്ടിക്കൊണ്ടിരിക്കണം. ആ സിംഗിൾ ഡിജിറ്റായിരിക്കും നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ. ഉദാഹരണത്തിന്, നിങ്ങളുടെ ജനനതീയതി 14 ജൂലൈ 1995 ആണെങ്കിൽ ആദ്യം എല്ലാ അക്കങ്ങളും കൂട്ടുക. 1 പ്ലസ് 4 പ്ലസ് 7 പ്ലസ് 1 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 5 സമം 36. ഇനി 36നെ വീണ്ടും കൂട്ടുക. 3 പ്ലസ് 6 സമം 9. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ 9 ആണ്. ഇതൊരു ലളിതമായ കണക്കാണെങ്കിലും ഇതിന് പിന്നിലെ ശാസ്ത്രം വളരെ ആഴമുള്ളതാണ്. ഓരോ സംഖ്യയും, അതായത് 1 മുതൽ 9 വരെ, ഓരോ വിശിഷ്ടമായ ഊർജ്ജതരംഗത്തെയോ വൈബ്രേഷനെയോ പ്രതിനിധീകരിക്കുന്നു. നിങ്ങൾ ജനിച്ച ആ ദിവസം പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഊർജ്ജങ്ങളുടെയും ഒരു പ്രത്യേക ചേരുവയുണ്ടായിരുന്നു. ഈ ഊർജ്ജമാണ് നിങ്ങളുടെ ജീവിതമാർഗത്തെയും നിങ്ങളുടെ കാർമിക് പാഠങ്ങളെയും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനുകളെയും സ്വാധീനിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ലൈഫ് പാത്ത് നമ്പർ നിങ്ങളുടെ ആത്മാവിന്റെ ദീർഘകാല യാത്രയുടെ സൂചനയാണ്. എന്നാൽ നിങ്ങളുടെ ബർത്ത് നമ്പർ അഥവാ ജനിച്ച തീയതി 1 മുതൽ 31 വരെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെയും ഈ ജന്മത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ക്വാളിറ്റികളെയും കാണിക്കുന്നു. ഇന്ന് നമ്മൾ രണ്ടും ചേർത്ത് മനസ്സിലാക്കും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു പൂർണ്ണമായ ആത്മീയ ചിത്രം ലഭിക്കും. നമുക്ക് ബർത്ത് നമ്പർ 1 നിന്ന് തുടങ്ങാം. ബർത്ത് നമ്പർ 1, ദ ലീഡർ. നിങ്ങളുടെ ജനനം 1, 10, 19 അല്ലെങ്കിൽ 28 തീയതികളിലാണെങ്കിൽ നിങ്ങളുടെ ബർത്ത് നമ്പർ 1 ആണ്.
അക്കം 1ന്റെ അർത്ഥം സൂര്യന്റെ ഊർജം എന്നാണ്. സൂര്യൻ വെളിച്ചം മാത്രമല്ല നൽകുന്നത്, അത് ദിശ നൽകുന്നു, ജീവൻ നൽകുന്നു, എല്ലാവരുടെയും കേന്ദ്രവുമാണ്. അതുകൊണ്ട് ജനനസംഖ്യ 1 ഉള്ളവർ സ്വഭാവത്താൽ തന്നെ ലീഡർമാരും തീരുമാനങ്ങളെടുക്കുന്നവരും പ്രചോദനം നൽകുന്നവരുമായിരിക്കും. അവർ ജനക്കൂട്ടത്തിൽ വേറിട്ടു നിൽക്കുന്നു, കാരണം അവരുടെ ഉള്ളിൽ സ്വാഭാവികമായ ഒരു ആത്മവിശ്വാസവും വഴികാട്ടാനുള്ള കഴിവുമുണ്ട്. മുൻജന്മ സൂചന: നിങ്ങൾ ബർത്ത് നമ്പർ 1 ആണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നേതൃസ്ഥാനത്തുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ രാജാവോ സേനാപതിയോ വലിയ സാമ്രാജ്യത്തിന്റെ അധികാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ മുൻനിര നേതാവോ ആയിരുന്നിരിക്കാം. നിങ്ങൾ തീരുമാനങ്ങളെടുത്തു, ആളുകൾക്ക് വഴികാട്ടി, വലിയ തലത്തിൽ സ്വാധീനം ചെലുത്തി. എന്നാൽ അതിനൊപ്പം തന്നെ കഴിഞ്ഞ ജന്മത്തിൽ അഹങ്കാരത്തിന്റെ വിത്തും പാകിയിട്ടുണ്ടാകാം. കാരണം അധികാരം കിട്ടുമ്പോൾ അഹങ്കാരത്തിന്റെ അപകടവും കൂടെ വരാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ സ്വന്തം ആഗ്രഹങ്ങൾ എല്ലാവരിലും അടിച്ചേൽപ്പിക്കാനോ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കാതിരിക്കാനോ ശീലിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങളുടെ കാർമിക് ലെസൺ സഹകരണം പഠിക്കുക എന്നതും നേതൃത്വത്തിൽ വിനയം കൊണ്ടുവരിക എന്നതുമാണ്. വർത്തമാന ജീവിത ദൗത്യം: നിങ്ങളുടെ ആത്മീയ ദൗത്യം സ്വന്തം നേതൃപാടവം തനിക്കുവേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ ഉയർത്താൻ കൂടി ഉപയോഗിക്കുക എന്നതാണ്. ഒരു യഥാർത്ഥ നേതാവ് സ്വന്തം വെളിച്ചത്തിൽ മറ്റുള്ളവരെ മറയ്ക്കുന്നവനല്ല, മറിച്ച് മറ്റുള്ളവർക്കും തിളങ്ങാൻ അവസരം നൽകുന്നവനാണെന്ന് നിങ്ങൾ പഠിക്കണം. പാസ്റ്റ് ലൈഫ് സയൻസ്: കാരണമില്ലാതെ തന്നെ അധികാരമുള്ള റോളുകൾ ലഭിക്കുക, ജനക്കൂട്ടത്തിൽ സ്വാഭാവികമായി മുന്നിലെത്തുക, നിങ്ങൾ സീനിയർ അല്ലെങ്കിൽ പോലും ആളുകൾ നിങ്ങളോട് ഉപദേശം ചോദിക്കുക, എന്തിലും ഒന്നാമനാകാനുള്ള ആഗ്രഹം, അതായത് ഫസ്റ്റ് വരണം, ഏറ്റവും മുന്നിൽ നിൽക്കണം എന്ന ചിന്ത. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചു കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ആത്മാവ് നേതൃത്വത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് ബാലൻസ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. ബർത്ത് നമ്പർ 2, ദ ഡിപ്ലോമാറ്റ്. നിങ്ങളുടെ ജനനം 2, 11, 20 അല്ലെങ്കിൽ 29 തീയതികളിലാണെങ്കിൽ നിങ്ങളുടെ ബർത്ത് നമ്പർ 2 ആണ്. ഇതിന്റെ സ്വാമി ചന്ദ്രനാണ്. ചന്ദ്രൻ തണുപ്പിന്റെയും കോമളതയുടെയും വികാരങ്ങളുടെയും പ്രതീകമാണ്. ചന്ദ്രൻ എങ്ങനെയാണോ സൂര്യന്റെ വെളിച്ചം സ്വീകരിച്ച് അതിനെ മൃദുവാക്കുന്നത്, അതുപോലെ ജനനസംഖ്യ 2 ഉള്ളവർ അവരുടെ അന്തരീക്ഷത്തിൽ സന്തുലിതാവസ്ഥയും യോജിപ്പും കൊണ്ടുവരുന്നു. അവർ ജന്മനാ മധ്യസ്ഥരാണ്. 2 പക്ഷങ്ങളെ ഒന്നിപ്പിക്കുക, തർക്കങ്ങൾ പരിഹരിക്കുക, അന്തരീക്ഷം ശാന്തമായി വയ്ക്കുക എന്നിവ ഇവരുടെ സ്വഭാവത്തിലുണ്ടാകും. മുൻജന്മ സൂചന: കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഏതെങ്കിലും രാജാവിന്റെയോ ഭരണാധികാരിയുടെയോ സദസ്സിലെ ഉപദേശകനോ അല്ലെങ്കിൽ 2 സമുദായങ്ങൾക്കിടയിലെ സമാധാന പാലകനോ ആയിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നയതന്ത്രം ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തി, വികാരങ്ങളെ മനസ്സിലാക്കി തീരുമാനങ്ങളെടുത്തു. എന്നാൽ അതോടൊപ്പം സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചുനിൽക്കാൻ കഴിയാതിരിക്കുകയോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്ത അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ ജന്മത്തിലെ കാർമിക് പാഠം സ്വന്തം വികാരങ്ങളെ ബലഹീനമാക്കാൻ അനുവദിക്കാതിരിക്കുക, ആവശ്യമുള്ളപ്പോൾ ഉറച്ചുനിൽക്കാൻ പഠിക്കുക എന്നതാണ്. വർത്തമാന ജീവിത ദൗത്യം: നിങ്ങൾ എവിടെയാണോ അവിടെ സമാധാനവും യോജിപ്പും പരത്തുക എന്നതാണ് നിങ്ങളുടെ മിഷൻ. ആളുകൾക്കിടയിൽ ഒരു പാലമാവുക, പക്ഷേ സ്വന്തം അതിരുകൾ തിരിച്ചറിയുക. നിങ്ങളുടെ മനസ്സ് വലുതാണ്, പക്ഷേ ഓർക്കുക, എല്ലാവരും നിങ്ങളുടെ സംവേദനക്ഷമതയെ മനസ്സിലാക്കണമെന്നില്ല. പാസ്റ്റ് ലൈഫ് സയൻസ്: ആളുകളുടെ വികാരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുക, ഏതു തർക്കത്തിലും ഇടപെടുത്ത് മധ്യസ്ഥത വഹിക്കുക, വളരെ ആഴത്തിലുള്ള ഉൾക്കാഴ്ച ഉണ്ടായിരിക്കുക. ഹീലർ അല്ലെങ്കിൽ പീസ്മേക്കർ ആകേണ്ടി വരുന്ന ബന്ധങ്ങൾ ജീവിതത്തിൽ ആവർത്തിച്ചു വരിക. ബർത്ത് നമ്പർ 3, ദ ടീച്ചർ. നിങ്ങളുടെ ജനനം 3, 12, 21 അല്ലെങ്കിൽ 30 തീയതികളിലാണെങ്കിൽ നിങ്ങളുടെ ബർത്ത് നമ്പർ 3 ആണ്. ഇതിന്റെ സ്വാമി വ്യാഴം അഥവാ ജൂപ്പിറ്ററാണ്. വ്യാഴം അറിവിന്റെയും ധർമ്മത്തിന്റെയും ഗുരുതത്വത്തിന്റെയും ഗ്രഹമാണ്. നിങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായി തന്നെ മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകാനും പഠിപ്പിക്കാനും പ്രചോദിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. മുൻജന്മ സൂചന: കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിലെയോ ആശ്രമത്തിലെയോ ഗുരുകുലത്തിലെയോ അധ്യാപകനോ പുരോഹിതനോ തത്വചിന്തകനോ ആയിരുന്നിരിക്കാം. അറിവിനെ നിങ്ങൾ സ്വന്തം ധർമ്മമായി കണ്ടു, ആളുകളുടെ ജീവിതത്തിൽ ആത്മീയ വെളിച്ചം പരത്തി. എന്നാൽ ചിലപ്പോഴൊക്കെ നിങ്ങൾ കാർക്കശ്യം കാണിച്ചിട്ടുണ്ടാകാം, നിയമങ്ങളിൽ കൂടുതൽ കുടുങ്ങിക്കിടന്നിട്ടുണ്ടാകാം. കാർമിക് പാഠം: ഈ ജന്മത്തിൽ നിങ്ങൾ അറിവിനെ സ്നേഹത്തോടും കരുണയോടും ചേർക്കാൻ പഠിക്കണം. വെറുതെ പഠിപ്പിക്കുക മാത്രമല്ല, ആളുകളുടെ സാഹചര്യവും വികാരങ്ങളും മനസ്സിലാക്കി അവർക്ക് വഴികാട്ടണം. പാസ്റ്റ് ലൈഫ് സയൻസ്: അറിവ് പകരുന്നതിൽ സന്തോഷം കണ്ടെത്തുക. നിങ്ങളൊരു ഗുരുവല്ലെങ്കിൽ പോലും ആളുകൾ ഉപദേശം തേടിവരിക. മതം, ഫിലോസഫി തുടങ്ങിയ ചർച്ചകളിൽ താൽപ്പര്യമുണ്ടാവുക. ബർത്ത് നമ്പർ 4, ദ ബിൽഡർ. ജനനം 4, 13, 22 അല്ലെങ്കിൽ 31 തീയതികളിലാണെങ്കിൽ സ്വാമി രാഹു ആണ്. രാഹു പോരാട്ടത്തിന്റെയും മാറ്റത്തിന്റെയും പ്രതീകമാണ്. നിങ്ങളുടെ ജീവിതം പലപ്പോഴും പെട്ടെന്നുള്ള തിരിവുകളും വെല്ലുവിളികളും നിറഞ്ഞതായിരിക്കും. കാരണം കഠിനമായ വഴി തിരഞ്ഞെടുത്ത് സ്വയം ശക്തനാകാനുള്ള പ്രതിജ്ഞ നിങ്ങളുടെ ആത്മാവെടുത്തിട്ടുണ്ട്. മുൻജന്മ സൂചന: കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒരുപക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങളുമായോ യുദ്ധവുമായോ തന്ത്രങ്ങളുമായോ അല്ലെങ്കിൽ ഭരണപരമായ ഘടനകളുമായോ ബന്ധപ്പെട്ടവരായിരുന്നിരിക്കാം.
നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു, പക്ഷേ ചിലപ്പോഴൊക്കെ മാറ്റങ്ങളെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. കാർമിക് പാഠം: ഈ ജന്മത്തിൽ നിങ്ങൾ വഴക്കം ശീലിക്കണം. മാറ്റങ്ങളെ വളർച്ചയ്ക്കുള്ള അവസരമായി കാണണം. പാസ്റ്റ് ലൈഫ് സയൻസ്: ജീവിതത്തിൽ ആവർത്തിച്ചു വരുന്ന വലിയ മാറ്റങ്ങൾ. ഓരോ വെല്ലുവിളിയിലും പുതിയ പരിഹാരങ്ങൾ കണ്ടെത്തുക. ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നെ പിന്നോട്ട് പോകാതിരിക്കുക. ബർത്ത് നമ്പർ 5 ദ ട്രാവലർ. ജനനം 5-14-23 തീയതികളിലാണെങ്കിൽ സ്വാമി ബുധനാണ്. ബുധൻ ആശയവിനിമയത്തിന്റെയും യാത്രയുടെയും അറിവിന്റെയും ദൂതനാണ്. നിങ്ങളുടെ സ്വഭാവം ജിജ്ഞാസയുള്ളതും സാഹസികവും പുതിയ അനുഭവങ്ങൾക്കായി തുറന്നതുമായിരിക്കും. മുൻജന്മ സൂചന: ഒരുപക്ഷേ നിങ്ങൾ വിവിധ സംസ്കാരങ്ങളിലും സ്ഥലങ്ങളിലും സഞ്ചരിച്ച ഒരു വ്യാപാരിയോ സന്ദേശവാഹകനോ അല്ലെങ്കിൽ സഞ്ചാരിയോ ആയിരുന്നിരിക്കാം. കാർമിക് പാഠം: ഈ ജന്മത്തിൽ നിങ്ങൾ ക്ഷമയും ഏകാഗ്രതയും പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഊർജ്ജം ചിതറിപ്പോകാതിരിക്കൂ. പാസ്റ്റ് ലൈഫ് സയൻസ്: പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആകർഷണം, ഭാഷകളിലും സംസ്കാരങ്ങളിലുമുള്ള താൽപ്പര്യം, ജീവിതത്തിൽ ഇടയ്ക്കിടെയുള്ള സ്ഥലം മാറ്റങ്ങൾ. ബർത്ത് നമ്പർ 6 ദ നർച്ചറർ. ജനനം 6-15-24 തീയതികളിലാണെങ്കിൽ സ്വാമി ശുക്രനാണ്. ശുക്രൻ സ്നേഹം, കല, സൗന്ദര്യം എന്നിവയുടെ ഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതം കുടുംബം, സ്നേഹം, സേവനം എന്നീ വികാരങ്ങൾക്കു ചുറ്റുമാണ് കറങ്ങുന്നത്. മുൻജന്മ സൂചന: കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഹീലർ, കലാകാരൻ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകനായിരുന്നിരിക്കാം. സ്നേഹം കൊണ്ട് നിങ്ങൾ ആളുകളുടെ ജീവിതം നന്നാക്കി, പക്ഷേ ചിലപ്പോഴൊക്കെ അമിതമായ അടുപ്പം നിങ്ങളെ ബന്ധിച്ചിട്ടുണ്ടാകാം. കാർമിക് പാഠം: ഈ ജന്മത്തിൽ സ്നേഹത്തിൽ ബാലൻസ് സൂക്ഷിക്കാനും സേവനം ചെയ്യുമ്പോൾ സ്വന്തം ഊർജ്ജം സംരക്ഷിക്കാനും പഠിക്കണം. പാസ്റ്റ് ലൈഫ് സയൻസ്: മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സമാധാനം ലഭിക്കുക. കല, സംഗീതം അല്ലെങ്കിൽ സൗന്ദര്യം എന്നിവയിൽ താൽപ്പര്യം. ബന്ധങ്ങളിൽ ആഴത്തിലിടപെടുക. ബർത്ത് നമ്പർ 7 ദ സീക്കർ. ജനനം 7-16-25 തീയതികളിലാണെങ്കിൽ സ്വാമി കേതുവാണ്. കേതു രഹസ്യം, ധ്യാനം, ആത്മജ്ഞാനം എന്നിവയുടെ പ്രതീകമാണ്. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ജീവിതത്തിലെ ആഴമേറിയ ചോദ്യങ്ങളുടെ ഉത്തരം തേടിക്കൊണ്ടിരിക്കും. മുൻജന്മ സൂചന: നിങ്ങൾ ഒരുപക്ഷേ ഭൗതിക ലോകത്തിൽ നിന്ന് അകലം പാലിച്ച ഒരു തപസ്വിയോ യോഗിയോ സാധകനോ ആയി ജനിച്ചിട്ടുണ്ടാകാം. കാർമിക് പാഠം: ഈ ജന്മത്തിൽ നിങ്ങൾ ഭൗതിക ലോകവും ആത്മീയ ലോകവും തമ്മിൽ ബാലൻസ് ഉണ്ടാക്കണം. പാസ്റ്റ് ലൈഫ് സയൻസ്: നിഗൂഢതകളിലും ധ്യാനത്തിലും താൽപ്പര്യം. ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇഷ്ടപ്പെടുക. ആത്മീയ യാത്രകൾക്കുള്ള ആഗ്രഹം. ബർത്ത് നമ്പർ 8 ദ കർമ്മ ബാലൻസർ. ജനനം 8-17-26 തീയതികളിലാണെങ്കിൽ സ്വാമി ശനിയാണ്. ശനി നീതി, കർമ്മം, ക്ഷമ എന്നിവയുടെ ഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതം കർമ്മങ്ങളുടെ കണക്ക് തീർക്കുന്ന ഒരു മൈതാനമാണ്. മുൻജന്മ സൂചന: നിങ്ങൾ ഒരുപക്ഷേ ഭരണാധികാരിയോ ന്യായാധിപനോ അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചിരുന്ന വ്യാപാരിയോ ആയിരുന്നിരിക്കാം. കാർമിക് പാഠം: ഈ ജന്മത്തിൽ നിങ്ങൾ ക്ഷമ, സത്യസന്ധത, നിസ്വാർത്ഥ സേവനം എന്നിവ ശീലിക്കണം. പാസ്റ്റ് ലൈഫ് സയൻസ്: പോരാട്ടങ്ങൾക്ക് ശേഷം വിജയം ലഭിക്കുക. നീതിബോധം ശക്തമായിരിക്കുക. ജീവിതത്തിൽ നേട്ടങ്ങൾ വൈകി ലഭിക്കുക. ബർത്ത് നമ്പർ 9 ദ ഹ്യൂമാനിറ്റേറിയൻ. ജനനം 9-18-27 തീയതികളിലാണെങ്കിൽ സ്വാമി ചൊവ്വയാണ്. ചൊവ്വ ധൈര്യം, ഊർജ്ജം, സേവനം എന്നിവയുടെ ഗ്രഹമാണ്. നിങ്ങളുടെ ആത്മാവിന്റെ ലക്ഷ്യം മാനവ സേവനമാണ്. മുൻജന്മ സൂചന: നിങ്ങൾ മറ്റുള്ളവർക്കു വേണ്ടി ത്യാഗം ചെയ്ത ഒരു പോരാളിയോ സാമൂഹ്യ പരിഷ്കർത്താവോ വിപ്ലവകാരിയോ ആയിരുന്നിരിക്കാം. കാർമിക് പാഠം: ഈ ജന്മത്തിൽ നിങ്ങൾ ദേഷ്യത്തെ കരുണയാക്കി മാറ്റാനും സേവനത്തെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കാനും പഠിക്കണം. പാസ്റ്റ് ലൈഫ് സയൻസ്: മറ്റുള്ളവർക്കു വേണ്ടി പോരാടാനുള്ള ആവേശം, അനീതി സഹിക്കാൻ കഴിയാതിരിക്കുക, സേവനപ്രവർത്തനങ്ങളോട് താൽപ്പര്യം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ ജന്മത്തിന്റെ 3 ലക്ഷണങ്ങളാണ്. ഒന്നാമത്തേത് ബർത്ത് മാർക്സ് അഥവാ ജന്മചിഹ്നങ്ങൾ. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കുട്ടിക്കാലം മുതലേയുള്ള ഏതെങ്കിലും ജന്മപാട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരിക്കോ അസുഖമോ ഒന്നുമില്ലാതെ തന്നെ ആ പാട് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ്. ഭാരതീയവും പ്രത്യേകിച്ച് ഹൈന്ദവവുമായ വിശ്വാസങ്ങൾ പറയുന്നത് ബർത്ത് മാർക്ക് വെറുമൊരു ശാരീരിക പ്രത്യേകതയല്ല, മറിച്ച് അത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട ഒരു സൂചനയാകാമെന്നാണ്. പുരാതന ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് ഗരുഡപുരാണത്തിലും സ്കന്ദപുരാണത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആത്മാവൊരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർമ്മങ്ങൾ മാത്രമല്ല, ചില അനുഭവങ്ങളുടെ മുദ്രകൾ കൂടി കൂടെ കൊണ്ടുവരുന്നു. ഈ മുദ്രകൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ജന്മചിഹ്നങ്ങളായി തെളിയും. ഉദാഹരണത്തിന്, കഴിഞ്ഞ ജന്മത്തിൽ യുദ്ധത്തിൽ അമ്പുകൊണ്ടോ വാളുകൊണ്ടോ നിങ്ങൾക്ക് മുറിവേറ്റിരുന്നുവെന്ന് കരുതുക. നിങ്ങളുടെ ആത്മാവ് ആ അനുഭവത്തെ ആഴത്തിൽ ഓർമ്മിക്കുന്നു. നിങ്ങൾ ഈ ജന്മത്തിൽ വരുമ്പോൾ അതേ ഓർമ്മ ഒരു ശാരീരിക അടയാളമായി മുറിവേറ്റ അതേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാം. ലോകമെമ്പാടും ഇത്തരം പല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾ തങ്ങളുടെ ബർത്ത് മാർക്കുകൾ പഴയ മുറിവുകളോ സംഭവങ്ങളോ ആണെന്ന് പറയുകയും പിന്നീട് പരിശോധിച്ചപ്പോൾ അത് അത്ഭുതകരമായ രീതിയിൽ സത്യമാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. പരമഹംസ യോഗാനന്ദജി പറയുമായിരുന്നു, ആത്മാവ് ഒരിക്കലും തന്റെ മുഴുവൻ കഥയും മറക്കുന്നില്ല എന്ന്.
അത് പുതിയ ശരീരത്തിൽ പ്രതീകങ്ങളായി സൂക്ഷിക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ബർത്ത് മാർക്ക് കണ്ടാൽ അതൊരു വെറും പാടല്ല, നിങ്ങളുടെ ആത്മാവിന്റെ പഴയ ഒപ്പായിരിക്കാം എന്നോർക്കുക. രണ്ടാമത്തേത് അൺക്ലെയിംഡ് ഫിയേഴ്സ് അഥവാ അജ്ഞാത ഭയങ്ങൾ. ഇനി മറ്റൊരു നിഗൂഢമായ സൂചനയെക്കുറിച്ച് പറയാം. വ്യക്തമായ കാരണമില്ലാത്ത ചില പേടികൾ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉയരം കാണുമ്പോൾ തലകറങ്ങുന്നതുപോലെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ഒരിക്കലും ഉയരത്തിൽ നിന്ന് വീണിട്ടില്ലെങ്കിൽ കൂടി. അല്ലെങ്കിൽ വെള്ളം കാണുമ്പോൾ വെപ്രാളം തോന്നുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കലും മുങ്ങിപ്പോയിട്ടില്ലെങ്കിൽ കൂടി. ഇത്തരം പേടികളെ അജ്ഞാത ഭയം അല്ലെങ്കിൽ ഫോബിയ വിത്തൌട്ട് കോസ് എന്ന് പറയുന്നു. യോഗാനന്ദജി ഇതിനെ ആത്മാവിന്റെ ഓർമ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശരീരം മാറിയാലും മായാത്ത ഒരു ഓർമ്മ. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ മരണം വെള്ളത്തിൽ മുങ്ങിയാണ് സംഭവിച്ചതെങ്കിൽ ഈ ജന്മത്തിൽ വെള്ളം കാണുമ്പോൾ നിങ്ങളുടെ അവബോധ മനസ്സ് അപകടസൂചന നൽകുന്നു. നിങ്ങൾ തീയിൽ വെന്തു മരിച്ചതാണെങ്കിൽ ഈ ജന്മത്തിൽ തീ കാണുമ്പോൾ ശരീരത്തിൽ ഒരു വിറയൽ അനുഭവപ്പെടാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പേടി ഒരിക്കലും യുക്തിക്ക് നിരക്കുന്നതാവില്ല. ആളുകൾ പറയും, അരേ ഇത് വെറും വെള്ളമല്ലേ, എന്തിനാണ് പേടിക്കുന്നത്? പക്ഷേ നിങ്ങളുടെ ആത്മാവിന് ആ സംഭവത്തെക്കുറിച്ച് ആഴത്തിലറിയാം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഓർമ്മയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആത്മീയമായി നോക്കിയാൽ ഈ പേടി ഒരു ദൗർബല്യമല്ല, അതൊരു ജനാലയാണ്. നിങ്ങളുടെ മുൻജന്മത്തിന്റെ ഒരു കാഴ്ച നൽകുന്ന വാതിൽ. ധ്യാനത്തിലൂടെയും ആത്മബോധത്തിലൂടെയും നിങ്ങൾ ഈ ഭയത്തെ മനസ്സിലാക്കിയാൽ അത് മാറി ഒരു പാഠമായി മാറും. കാരണം ചിലപ്പോൾ ഭയമായിരിക്കും നമ്മുടെ മുൻജന്മത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. മൂന്നാമത്തത് വളരെ രസകരമായ ഒരു സൂചന, റിക്കറിംഗ് ഡ്രീംസ് ആൻഡ് ഡെജാവു. റിക്കറിംഗ് ഡ്രീം എന്നാൽ ഒരേ സ്വപ്നം തന്നെ പലതവണ കാണുക എന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് രാത്രിയിൽ നിങ്ങളുടെ മനസ്സ് ഒരേ സ്ഥലത്തെ, ഒരേ വഴിയെ അല്ലെങ്കിൽ ഒരേ മുഖത്തെ വീണ്ടും വീണ്ടും കാണുന്നതെന്ന്? ഈ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും കാണാത്തവയായിരിക്കും അവ. ആത്മീയശാസ്ത്രം പറയുന്നത് ഇവ നിങ്ങളുടെ മുൻജന്മ സ്മരണകളാണ്. അവ സ്വപ്നങ്ങളിലൂടെ ഉപരിതലത്തിലേക്ക് വരുന്നതാണ്. കാരണം സ്വപ്നത്തിലാണ് നിങ്ങളുടെ ചേതന മനസ്സുറങ്ങുന്നതും ഉപബോധ മനസ്സ് തുറന്നു സംസാരിക്കുന്നതും. മറുവശത്ത് ഡെജാവു, ആ ഒരു പ്രത്യേക അനുഭവം. നിങ്ങളൊരു പുതിയ സ്ഥലത്ത് ആദ്യമായി പോകുമ്പോൾ ഉള്ളിൽ നിന്നൊരു തോന്നൽ, ഈ സ്ഥലം ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അല്ലെങ്കിൽ അപരിചിതനായ ഒരാളെ കാണുമ്പോൾ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് എന്ന് തോന്നുക. ഈ അനുഭവം ആത്മാവിന്റെ സമയപരിധിക്കപ്പുറമുള്ള ഓർമ്മകളുടെ സൂചനയാണ്. പരമഹംസ യോഗാനന്ദജി പറയുമായിരുന്നു, നിങ്ങൾക്ക് ഡെജാവു ഉണ്ടാകുമ്പോൾ അത് ആത്മാവിന്റെ ചെറിയൊരു മന്ത്രിക്കലാണ്. സമയമെന്നത് വെറുമൊരു തിരശീലയാണെന്നും നിങ്ങൾ ഇത് മുൻപേ ജീവിച്ചിട്ടുണ്ടെന്നും അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. റിക്കറിംഗ് ഡ്രീംസും ഡെജാവുവും നമ്മളോട് പറയുന്നത് ജീവിതം നേർരേഖയിലല്ല, മറിച്ച് ചാക്രികമാണ് എന്നാണ്. നമ്മൾ വരുന്നു, പഠിക്കുന്നു, തിരിച്ചുപോകുന്നു. ആത്മാവ് തന്റെ പഴയ അനുഭവങ്ങളുടെ വിത്തുകൾ അടുത്ത യാത്രയിലും പാകുന്നു. പ്രിയ ആത്മാവേ, ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നിങ്ങളുടെ ജനനത്തീയതി കലണ്ടറിലെ വെറുമൊരു എൻട്രി മാത്രമല്ല എന്ന്. ഇത് ആത്മാവ് ഈ ഭൂമിയിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ സ്വയം തെരഞ്ഞെടുത്ത ഒരു ഏൻഷ്യൻ ബ്ലൂ പ്രിന്റാണ്. ഓരോ അക്കവും ഓരോ തീയതിയും ഓരോ കണക്കും നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളുടെ കഥകളും നിങ്ങളുടെ അപൂർണമായ കർമ്മങ്ങളും ആത്മാവിന്റെ അടുത്ത യാത്രയുടെ രഹസ്യങ്ങളും ഉള്ളിലൊതുക്കുന്നു. ഇത് ജ്യോതിഷിയുടെ കളിയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഒരു രഹസ്യഭാഷയാണ്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ പാറ്റേണുകൾ, നിങ്ങളുടെ പോരാട്ടങ്ങൾ, നിങ്ങളുടെ ശക്തികൾ എന്നിവ തിരിച്ചറിയാൻ കഴിയും. പരമഹംസ യോഗാനന്ദജി പറയുമായിരുന്നു, ആത്മാവ് തന്റെ യാത്ര മറക്കുന്നില്ല. പുതിയ ജീവിതത്തിൽ അതിനെ പ്രതീകങ്ങളായും അക്കങ്ങളായും സൂചനകളായും ഒളിപ്പിച്ചുവെക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ നമ്പർ, നിങ്ങളുടെ ബർത്ത് നമ്പർ വെറുമൊരു അക്കഗണിതമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവ് എഴുതിയ ഡയറിയുടെ ആദ്യത്തെ പേജാണെന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ പഠിച്ചു ഈ നമ്പർ എങ്ങനെയാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ, നിങ്ങളുടെ സോൾ മിഷൻ, നിങ്ങളുടെ എനർജി ബ്ലൂ പ്രിന്റ് എന്നിവയെ വെളിച്ചത്തുകൊണ്ടുവരുന്നതെന്ന്. ഇപ്പോൾ ഈ അറിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് വെറുതെ കേട്ട് കളയരുത്. ഇത് ജീവിതത്തിൽ പകർത്തുക. ഇതിന്റെ സൂചനകളെ തിരിച്ചറിയുക. നിങ്ങളുടെ ആത്മാവ് ഏതൊക്കെ പരീക്ഷണങ്ങളും സമ്മാനങ്ങളുമായാണ് ഈ ജീവിതത്തിൽ വന്നിരിക്കുന്നതെന്ന് നോക്കുക. നിങ്ങൾക്ക് സത്യമായും നിങ്ങളുടെ ആത്മാവിന്റെ ഈ പുരാതന ബ്ലൂ പ്രിന്റ് മനസ്സിലാക്കാനുള്ള യാത്ര തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റിൽ നിങ്ങളുടെ ബർത്ത് നമ്പർ എഴുതൂ. ഒരുപക്ഷേ മറ്റൊരാൾ അത് വായിച്ച് തന്റെ ജീവിതകഥയുമായി ബന്ധിപ്പിച്ചേക്കാം. അങ്ങനെ നമുക്കെല്ലാവർക്കും പരസ്പരം ആത്മാവിന്റെ യാത്രയെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഓർക്കുക, നിങ്ങളുടെ കഥ നിങ്ങളുടേത് മാത്രമല്ല, ഇത് പ്രപഞ്ചത്തിന്റെ കഥയുടെ ഒരു പവിത്രമായ ഭാഗമാണ്.